ദൈവസ്നേഹത്തോടൊപ്പം ദേശസ്നേഹവും. പട്ടാള വേഷത്തിൽ ഫാദർ ജിം എം ജോർജിനെ കാണുമ്പോൾ പരിചയക്കാർ ആദ്യമൊന്ന് സംശയിച്ചേക്കും, ഇത് വൈദികനായ ജിം തന്നെയല്ലേ എന്ന്. യാതൊരു സംശയവും വേണ്ട, ഈ പിതാവ് പട്ടാളത്തിലാണ്. ദൈവത്തോടുള്ള ആത്മീയ അടുപ്പവും മാതൃരാജ്യത്തോടുള്ള സ്നേഹവും സൈനികനാണെന്ന അഭിമാനവും ഒരേ സമയം സിരകളിൽ നിറയുന്ന ഒരു വൈദികൻ. ഓർത്തഡോക്സ് സഭ തുമ്പമൺ ഭദ്രാസനത്തിലെ വൈദികനായിരിക്കെ പട്ടാള സേവനം തെരഞ്ഞെടുത്ത ചെന്നീർക്കര മാത്തൂർ മലയിൽ പറമ്പിൽ ഫാദർ ജിം എം ജോർജ് 1.5 വർഷം നീണ്ട കഠിന പരിശീലനം പൂർത്തിയാക്കി അസം റെജിമെന്റിലെ പാസിംഗ് ഔട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഏതാനും ദിവസത്തിനുള്ളിൽ കരസേനയിൽ നായിക് സുബേദാർ റാങ്കിൽ റിലീജിയസ് ടീച്ചർ തസ്തികയിൽ ചുമതലയേൽക്കും. ചെന്നീർക്കര മാത്തൂർ മലയിൽ പറമ്പിൽ MV ജോർജ്, ഓമന ജോർജ് ദമ്പതികളുടെ 3 മക്കളിൽ മൂന്നാമനാണ് ഫാദർ ജിം. പഠനശേഷം 2021 ജൂലൈ 10 കുര്യാക്കോസ് മാർ ക്ലിമ്മീസ് വലിയ മെത്രാപ്പോലിത്തയിൽ നിന്നും വൈദിക പട്ടം സ്വീകരിച്ചു. കൊടുമൺ സെന്റ് ബെഹനാൻസ് പള്ളി, കരിമാൻതോട് സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി എന്നിവിടങ്ങളിൽ വികാരിയായി. അഖില മലങ്കര ഓർത്തഡോക്സ് ബാലസമാജം ജനറൽ സെക്രട്ടറിയുമായിരുന്നു. യാദൃശ്ചികമായാണ് കരസേനയിൽ റിലീജിയസ് ടീച്ചർ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരസ്യം ശ്രദ്ധയിൽപ്പെട്ടത്. വൈദികനായിരിക്കെ സൈനിക സേവനം തെരഞ്ഞെടുത്ത സിറോ മലബാർ സഭയിലെ ആദ്യ പുരോഹിതൻ ഫാദർ ജിസ് ജോസ് കിഴക്കേതിലിന്റെ അനുഭവവും പ്രേരണയായി. കുര്യാക്കോസ് മാർ ക്ലിമ്മീസ് വലിയ മെത്രാപ്പോലിത്തയെ കണ്ട് പട്ടാളത്തിൽ ചേരുന്നതിനുള്ള താല്പര്യം അറിയിച്ചു. മാതൃരാജ്യത്തിനു വേണ്ടി സേവനം ചെയ്യാൻ വലിയ മെത്രാപ്പോലിത്തയും സമ്മതം മൂളി. ഭദ്രാസന മെത്രാപ്പോലിത്ത ഡോക്ടർ എബ്രഹാം മാർ സെറാഫിമിൽ നിന്ന് സഭയുടെ അനുമതി കത്ത് വാങ്ങിയാണ് അഭിമുഖത്തിനായി എത്തിയത്. തുടർന്ന് അസം റെജിമെന്റിൽ 1.5 വർഷം നീണ്ട കഠിനമായ ശാരീരിക ക്ഷമത പരിശീലനം, അത് കഴിഞ്ഞ് പൊതുവായ ആത്മീയ പരിശീലനവും ഓറിയന്റേഷനും പൂർത്തിയാക്കി. പട്ടാളക്കാരുടെ മാനസിക സംഘർഷം കുറയ്ക്കുന്നതിന് ആത്മീയമായ ഉണർവും കൗൺസിലിംഗും നടത്തുക, സൈനികരുടെ ഇടയിൽ മതനിരപേക്ഷതയും സഹവർത്തിത്വവും ഉറപ്പാക്കുക, പ്രത്യേക ദൗത്യങ്ങൾക്ക് പോകുന്ന ജവാന്മാർക്ക് മനോധൈര്യം പകരുക തുടങ്ങിയവയാണ് ചുമതലകൾ.